കഴിഞ്ഞ ഏപ്രിൽ 26 വോട്ടെടുപ്പ് കഴിഞ്ഞതാണ്. വരുന്ന ജൂൺ 4 എണ്ണുകയുള്ളൂ. ഈ മെയ് മാസം മുഴുവനും മലയാളികളിങ്ങനെ ആകാംക്ഷയോടുകൂടി ആര് ജയിക്കും, ആര് തോൽക്കും, ഓരോ മുന്നണിക്കും എത്ര സീറ്റ് കിട്ടും, ഓരോ പാർട്ടിക്കും എത്ര വീതം കിട്ടും എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ച് കഴിയുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരള സംസ്ഥാനത്ത് പൊതുവെയും ഓരോ മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ചുമുള്ള സ്ഥാനാർത്ഥികളുടെ ജയാപജയ സാധ്യതകളാണ് ഇവിടെ വിലയിരുത്താൻ തുടങ്ങുന്നത്. ആദ്യമേ പറയട്ടെ, ഞാനൊരു പ്രവാചകനൊന്നുമല്ല. നാടിൻ്റെ നാനാഭാഗത്തുമുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ സഹായത്തോടുകൂടി ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടിയിലേക്ക് കടക്കുന്നത്. ഇതൊരു പ്രവചനം എന്ന് പറയാൻ പറ്റുകയില്ല, ഒരു വിലയിരുത്തലായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി. ഏത് വിലയിരുത്തലിലും തെറ്റ് വരാനുള്ള സാധ്യതകളുണ്ട്. ഇവിടെയും അത് സംഭവിക്കാം. ഇത്ര നാളത്തെ എൻ്റെ രാഷ്ട്രീയ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സ്ഥാനാർത്ഥികളുമായിട്ടുള്ള സമ്പർക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വിവിധ സ്ഥലങ്ങളിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ തരുന്ന ഇൻപുട്ടുകളുടെയും കൂടി അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് കിടക്കുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ഇത് പരിപൂർണമായ ഒരു വിലയിരുത്തലാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. കേരള സംസ്ഥാനത്ത് പൊതുവിൽ UDFന് അനുകൂലമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളത് നിർമ്മത്സര ബുദ്ധികളായ ആരും സമ്മതിക്കും. LDFൻ്റെ നേതാക്കന്മാർ പോലും സമ്മതിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ശരിക്കും പറഞ്ഞാൽ UDFന് അനുകൂലമായ വികാരമല്ല, LDFന് എതിരായിട്ടുള്ള വികാരമാണ് ഇവിടെ കത്തി ജ്വലിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷക്കാരുടെ വോട്ട് എത്ര എണ്ണം ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ കാരണഭൂതൻ്റെ ഭരണത്തിൻ്റെ ചില സവിശേഷതകളാണ്. ഈ രണ്ടാം പിണറായി സർക്കാർ പോലെ മലയാളികളെ വെറുപ്പിച്ച, ബോറടിപ്പിച്ച ഒരു സർക്കാർ സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. AK ആൻ്റണിയുടെ 2001 സർക്കാർ പോലും ഇത്രയും ബോറായിരുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അങ്ങനെ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരം ഈ സംസ്ഥാനത്ത് എമ്പാടും നിലനിൽക്കും. അത് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ദേശീയ തലത്തിലുള്ള തിരഞ്ഞെടുപ്പാണ്, കേന്ദ്രത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഗുണവും ദോഷവും പാർലമെൻറ്റിലാണ് കാണപ്പെടുക, സംസ്ഥാനത്തല്ല. പക്ഷേ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് പ്രതിഷേധിക്കാനും പ്രതികരിക്കാനുമുള്ള ഒരേ ഒരു അവസരം എന്ന് പറയുന്ന തിരഞ്ഞെടുപ്പാണ്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കാൻ നാട്ടുകാർ തയ്യാറല്ല, വോട്ടർമാർ തയ്യാറല്ല. അതുകൊണ്ട് ആദ്യം കിട്ടിയ അവസരത്തിൽ അവർ ഇടതുപക്ഷത്തിനിട്ട് ചാമ്പുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഇത് സത്യം പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് തെറ്റുതിരുത്താനും ആത്മപരിശോധന നടത്താനുള്ള ഒരു അവസരമായിട്ട് അവർ കണക്കാക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ കേരള സംസ്ഥാനത്ത് പൊതുവെ നോക്കിയാൽ UDFന് വളരെ സഹായകരമായിട്ടുള്ള ചില മണ്ഡലങ്ങളുണ്ട്. UDFൻ്റെ കോട്ടകൾ എന്ന് പറയുന്ന വയനാട് മണ്ഡലം, അതുപോലെ മലപ്പുറം, ഒരു വലിയ പരിധിവരെ പൊന്നാനി, കോട്ടയം, ഇടുക്കി, എറണാകുളം, ചാലക്കുടി, ഇതൊക്കെ തീർച്ചയായിട്ടും UDFന് മേൽക്കോയ്മയുള്ള മണ്ഡലങ്ങളാണ്. അവിടെ LDF ജയിക്കുക വളരെ ദുഷ്കരമാണ്. ഈ തെരഞ്ഞെടുപ്പിലും നമ്മൾ കാണാൻ പോകുന്നത്, ഞാൻ ഈ പേരെടുത്ത് പറഞ്ഞ എല്ലാ മണ്ഡലത്തിലും UDF സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തോട് ജയിക്കും എന്നുള്ളതാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി, അതുപോലെ മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീർ, പൊന്നാനിയിൽ അബ്ദുൾ സമദ് സമദാനി, എറണാകുളത്ത് ഹൈബി ഈഡൻ, ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ, അതുപോലെ കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ്, ഇടുക്കിയിൽ നമ്മുടെ ഡീൻ കുര്യാക്കോസ്, ഇവരൊക്കെ വിജയം സുനിശ്ചിതമാണ്. അപ്പോൾ UDFൻ്റെ കോട്ടകളിൽ യാതൊരു ഇളക്കവും ഉണ്ടാക്കാൻ LDFന് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇനി LDFൻ്റെ കോട്ടകളുണ്ട്. വടകര, അല്ലെങ്കിൽ കോഴിക്കോട്, കാസർഗോഡ്, പിന്നെ കൊല്ലം, ആറ്റിങ്ങൽ, പാലക്കാട്, ആലത്തൂർ, ഇങ്ങനെയുള്ള മണ്ഡലങ്ങളുണ്ട്. ഇതൊക്കെ LDFന് വലിയ മേൽക്കോയ്മയുള്ള, LDFന് രാഷ്ട്രീയമായിട്ട് വലിയ ശക്തിയുള്ള സ്ഥലങ്ങളാണ്. അവിടെ സംഭവിച്ചിട്ടുള്ളത് പല സ്ഥലത്തും ശക്തരായ UDF സ്ഥാനാർത്ഥികളുണ്ട്. കൊല്ലത്ത് പ്രേമേന്ദ്രനുണ്ട്, ആറ്റിങ്ങലിൽ അടൂർ പ്രകാശുണ്ട്, കോഴിക്കോട്ട് MK രാഘവനുണ്ട്. അങ്ങനെ പല സ്ഥലത്തും ശക്തരായ എതിർ സ്ഥാനാർത്ഥികളുണ്ട്. അവരെ പരാജയപ്പെടുത്തുക വളരെ ദുഷ്കരമാണ്. കോഴിക്കോട് മണ്ഡലം മാത്രം നോക്കിയാൽ കോഴിക്കോട് MK രാഘവനെ തോൽപ്പിച്ചു ഒരു CPM കാരൻ ജയിക്കുക എന്നുള്ളത് വളരെ അസാധ്യമാണ്. അവിടെ പ്രദീപ് കുമാർ മത്സരിച്ചപ്പോഴും ജയിച്ചില്ല, അതിനു മുമ്പ് വിജയരാഘവൻ മത്സരിച്ചപ്പോഴും ജയിച്ചില്ല, അതിനു മുമ്പ് റിയാസ് മത്സരിച്ചപ്പോഴും ജയിച്ചില്ല. കാരണം MK രാഘവൻ അത്രയും ശക്തനാണ്. ഈ തവണ ഇളമരം കരീം മത്സരിക്കുന്നു. കരീമിന് രാഘവേട്ടനെ തോൽപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. ആ ചോദ്യം CPM തന്നെയും അഭിമുഖീകരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് മറ്റ് പല മണ്ഡലങ്ങളിലും സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഈ UDFൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ അവർ ഒരു തരത്തിലും
എതിർക്കാനോ അവരെ വെല്ലുവിളിക്കാനോ എൽ ഡി എഫിന് കഴിയുന്നില്ല. എൽ ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ അതിശക്തരായ യു ഡി എഫ് എം പിമാർ നിലയുറപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. പിന്നെ മാർജിനലായിട്ടുള്ള മണ്ഡലങ്ങളുണ്ട്, അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോരാം. തൃശ്ശൂർ മണ്ഡലം അങ്ങനത്തെ ഒരു മണ്ഡലമാണ്. ആലപ്പുഴ അതുപോലെ തന്നെ കണക്കാക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു വലിയ പരിധി വരെ പത്തനംതിട്ട, കാര്യം യു ഡി എഫിൻ്റെ കോട്ടയാണെങ്കിലും സ്ഥലം എം പി, നാട്ടുകാരെ നല്ലപോലെ വെറുപ്പിച്ചിട്ടുള്ള ആളാണ്. അതുപോലെ മാവേലിക്കര രണ്ട് മുന്നണികളിൽ ഏറെക്കുറെ സഭാസമമാണ്. പക്ഷേ കൊടിക്കുന്നിൽ സുരേഷ് നാട്ടുകാരെ വെറുപ്പിച്ചതുകൊണ്ട് വളരെ കാലമായി അദ്ദേഹം അവിടെ നിന്ന് ജയിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഒരുമാതിരിപ്പെട്ട ആളുകളൊക്കെ പുള്ളിക്കെതിരാണ്. അങ്ങനെ ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ നേരിടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അതുപോലെ കണ്ണൂരിൽ നമ്മുടെ കെ സുധാകരൻ, അതും ഇങ്ങനെ മാറി മാറി ജയിക്കുന്ന ഒരു മണ്ഡലമാണ്, ഉറപ്പിച്ച് പറയാൻ പറ്റുകയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില സവിശേഷതകൾ കാണുന്നുണ്ട്. പക്ഷേ പൊതുവേ സംസ്ഥാനത്തെ ഒരു 16 സീറ്റെങ്കിലും യു ഡി എഫ് ജയിക്കാവുന്ന സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ട്. 1-2 മണ്ഡലങ്ങൾ, ഏറ്റവും കൂടിയ 3, അത്ര മാത്രമേ എൽ ഡി എഫിന് ഇന്നത്തെ നിലയ്ക്ക് ജയിക്കാൻ ഞാൻ നോക്കിയിട്ട് സാധ്യത കാണുന്നു. അതിൻ്റെ കാരണം ഈ ഭരണവിരുദ്ധ വികാരമാണ്. സ്ഥാനാർത്ഥികൾ ശക്തരാണ് യു ഡി എഫിൻ്റെ, പിന്നെ യു ഡി എഫിൻ്റെ കോട്ടകളും അവർ ഭദ്രമായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. എങ്കിൽ പോലും എല്ലാത്തിനും ഉപരി ഈ ജയിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം വല്ലാതെ വർദ്ധിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരമാണ്, ഭരണപരാജയമാണ്, സാമ്പത്തിക അരാജകത്വവും അവ്യവസ്ഥിതിയുമാണ്. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടാൻ വൈകുന്നു എന്നുള്ളതാണ്. കെ എസ് ആർ ടി സിക്കാർക്ക് ശമ്പളവും പെൻഷൻ കിട്ടാനായിട്ട് മാസങ്ങൾ നീണ്ടുപോകുന്നു എന്നുള്ളതാണ്. ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നു എന്നുള്ളതാണ്. പിന്നെ ഇത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലും സർക്കാരിൻ്റെ കെട്ടുകാഴ്ചകൾക്ക് യാതൊരു കുറവുമില്ല എന്നുള്ളതാണ്. 2019 എൽ ഡി എഫിനെ തകർത്തത് നവോത്ഥാനമായിരുന്നെങ്കിൽ 2024 അവരെ തകർക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ തകർത്ത് കഴിഞ്ഞിരിക്കുന്നത്, വോട്ടെണ്ണി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും. അത് തീർച്ചയായിട്ടും നവകേരളമാണ്, നവകേരള സദസ്സാണ്. 140 മണ്ഡലങ്ങളിലും ബസ് യാത്ര നടത്തി സർക്കാരിൻ്റെ ജനകീയ അടിത്തറ ശക്തിപ്പെടുത്താമെന്ന് ഇദ്ദേഹത്തിന് ആരാണ് ഉപദേശം കൊടുത്തത് എനിക്കറിയില്ല. ജോൺ ബ്രിട്ടാസാണെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബ്രിട്ടാസാണ് സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ ശവക്കുഴി തോണ്ടിയത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. നവകേരള സദസ്സ് നടത്തിയില്ലായിരുന്നെങ്കിൽ 4-5 സീറ്റിലെങ്കിൽ എൽ ഡി എഫിന് നിരാക്ഷേപമായിട്ട് ജയിക്കാൻ കഴിയുമായിരുന്നു. ആ ഒരു സാഹചര്യം ഇല്ലാതാക്കിയത് ഈ സംഗതിയാണ്. അതിനുശേഷം ഉണ്ടായ മറ്റ് പല സംഭവങ്ങൾ 2024 മാത്രം ഉണ്ടായത് നോക്കിയാൽ മതി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ICUവിൽ പീഡിപ്പിക്കപ്പെട്ട ആ യുവതിക്ക് സഹായഹസ്തം കിട്ടിയ നേഴ്സിംഗ് അസിസ്റ്റൻറ്റിനെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയതും ഹൈക്കോടതി ഉത്തരവായിട്ട് വന്നിട്ട് പോലും അവരെ പ്രവേശിപ്പിക്കാത്തതും ഒരു ഉദാഹരണമാണ്. അല്ലെങ്കിൽ പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ യുവാവിൻ്റെ ദുരൂഹ മരണം, ആത്മഹത്യ എന്ന് പറയുന്ന, അല്ലെങ്കിൽ കൊലപാതകം എന്ന് വിശേഷിപ്പിക്കാവുന്ന മരണം, കരുവന്നൂർ കോപ്പറേറ്റീവ് ബാങ്കിലെ കൊള്ള, അതല്ലെങ്കിൽ ഇതുപോലെ അനവധി സംഭവങ്ങൾ. ഏറ്റവും ഒടുവിൽ നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ, അത് തെരഞ്ഞെടുപ്പിന് ശേഷമാണ്, പട്ടി ഷോ എന്ന് പറയാവുന്ന കലാപരിപാടി. ഇതുപോലെ ഓരോ ഘട്ടത്തിലും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകൾ, അത് എല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. DYFIക്കാരുടെ ജീവൻ രക്ഷാപ്രവർത്തനം, അത് മാത്രം മതിയല്ലോ. അതിന് സാക്ഷ്യം വഹിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാമൊഴി വഴക്കം, ഡി കുര്യാക്കോസിനെ കുറിച്ച് MM മണി നടത്തിയ പൂരപ്പാട്ട്, ഇതൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കില്ലേ? ഇത് കാണുന്നവരാരെങ്കിലും ഇടതുപക്ഷ സർക്കാരിനോട് എന്തെങ്കിലും സഹാനുഭൂതി കാണിക്കുകയില്ല. ഇടതുപക്ഷക്കാരുടെ വോട്ടടക്കം വലിയ തോതിൽ കോൺഗ്രസ്സിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യമാണ് നിൽക്കുന്നത്. പിന്നെ BJP ചില കേന്ദ്രങ്ങളിൽ, ചില മണ്ഡലങ്ങളിൽ ശക്തമായ പ്രകടനം കാഴ്ചവെക്കും. ആലപ്പുഴയിൽ, ആറ്റിങ്ങലിൽ, പാലക്കാട്ട്, കാസർഗോഡ്, കോഴിക്കോട്ട്, ഇങ്ങനെ ചില മണ്ഡലങ്ങളിൽ, എല്ലാ മണ്ഡലത്തിലുമല്ല, പല മണ്ഡലങ്ങളിലും അവർ അത്ര ഒരു വലിയ ഫൈറ്റൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ചില മണ്ഡലങ്ങളിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളെന്ന് അവർ വിചാരിക്കുന്ന ചില മണ്ഡലങ്ങളിൽ വലിയ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. 2 മണ്ഡലങ്ങളിൽ അവർ ജയത്തിൻ്റെ അടുത്ത് വരാത്ത സാധ്യതയുണ്ട്. ഒരു പക്ഷേ ജയിച്ചു പോകാനും സാധ്യതയുണ്ട്. ഒന്ന് തിരുവനന്തപുരമാണ്, മറ്റേത് തൃശ്ശൂരാണ്. അപ്പോൾ ഇങ്ങനെ 1-2 മണ്ഡലങ്ങളിൽ മാത്രമാണ് അവർക്ക് നേരിയ തോതിൽ ജയസാധ്യത ഉള്ളത്. പക്ഷേ നല്ല പെർഫോമൻസ് നടത്തുന്ന ചില മണ്ഡലങ്ങൾ, ആറ്റിങ്ങൽ, ആലപ്പുഴ, പത്തനംതിട്ട, പാലക്കാട്, കോഴിക്കോട്, കാസർഗോഡ്, ഇങ്ങനെയുള്ള മണ്ഡലങ്ങളാണ്. അപ്പോൾ ഈ മണ്ഡലങ്ങളിൽ BJP പിടിക്കുന്ന വോട്ട് ആരെ കൂടുതലായിട്ട് ബാധിക്കും, അതൊരു ഘടകമാണ്. പിന്നെ ചാലക്കുടിയിൽ 2020 എന്ന് പറഞ്ഞൊരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. ആ സ്ഥാനാർത്ഥി ഭിന്നിപ്പിക്കുന്ന വോട്ടുകൾ അത് സിറ്റിംഗ് MP ബെന്നി ബെഹനാന് എത്രമാത്രം ദോഷം ചെയ്യും എന്നുള്ളൊരു ഘടകമാണ്. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ കഴിച്ചാൽ BJP ഭിന്നിപ്പിക്കുന്ന വോട്ടുകൾ 2020 ചാലക്കുടിയിൽ ഉണ്ടാക്കാവുന്ന ഒരു കലാമിറ്റി.
ഇതൊഴിച്ചാൽ പൊതുവെ UDF വളരെ ഗുണകരമായ ഒരു സാഹചര്യമാണ്. 2019 പോലെ 19-1 എന്ന നിലയിലേക്കോ അല്ലെങ്കിൽ 20-0 എന്ന അവസ്ഥയിലേക്കോ എത്തിയാൽ പോലും നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല. ഇത് UDF മേൻമൗണ്ടുള്ളൊരു വിജയമാണ് എന്ന് UDF പോലും തെറ്റിദ്ധരിക്കരുത്. കാരണം UDF അനുകൂലമായൊരു തരംഗമല്ല, ഇവിടെ LDF എതിരായിട്ടുള്ളൊരു വികാരമാണ് വളരെ ശക്തമായിട്ട് നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ UDF വലിയ മേൽക്കോയ്മ ഉണ്ടായാൽ 16-ലധികം സീറ്റുകൾ ജയിക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചുള്ള അത് വലിയൊരു ദുരന്തത്തിലേക്കായിരിക്കും നയിക്കുക. കാരണം ഇത് കോൺഗ്രസ്സുകാർ അവരുടെ മേൻമൗണ്ട് ജയിച്ചതാണ് എന്ന് വിചാരിക്കുകയും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്ന ജൂൺ 4 തന്നെ 4 പ്രധാന നേതാക്കന്മാർ തമ്മിൽ അടുത്ത മുഖ്യമന്ത്രിയാകാനുള്ള യുദ്ധം ആരംഭിക്കുകയും. അപ്പോൾ ഈ ഒരു വിജയത്തിൽ തന്നെ പരാജയത്തിൻ്റെ വിത്തുകൾ കൂടി അടങ്ങിയിരിക്കുന്നു എന്ന തത്വമാണ് കോൺഗ്രസ്സുകാർ ഓർക്കേണ്ടത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ ഇതേ സമയത്ത് തിരുവനന്തപുരം മണ്ഡലത്തിലെ പ്രബലരായ 3 സ്ഥാനാർത്ഥികളുടെ ജയാപജയ സാധ്യതകൾ ഇവിടെ പരിശോധിക്കുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.